വെൽക്കം ടു ദി ചാനൽ സ്റ്റഡി മെറ്റീരിയൽസ്. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും ഇതിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം 12ാമത് പഠിക്കാൻ പോകുന്ന അക്ഷരം അറബി അക്ഷരം സീനാണ്. സീൻ 1, 2, 3ാമത്തേത് വലുതായിട്ടാണ് വരക്കുന്നത്. അത് വലുതായിട്ട് തന്നെ വരക്കണം. 1 ചെറുത്, 2 ചെറുത്, 3ാമത്തേത് വലുതായിട്ട് വരക്കണം. ഇതിന് പറയും സീന്. എസ് എന്നുള്ള ഉച്ചരിക്കുന്നത് പോലെ തന്നെ സീന്. ഓക്കെ, സീനിന് ഫതഹട്ടാൽ സ, സീനിന് കെസറിട്ടാൽ സി, സീനിന് ലമ്മിട്ടാൽ സു, സീനിന് ഡബിൾ ലമ്മിട്ടാൽ സുൻ. കാണുന്നുണ്ടല്ലോ. സീനിന് സുക്കൂനിട്ടാൽ സ്. സാ സീന് സ സി സോ സുൻ സ്. സീന് സാ സി സോ സുൻ സ്. സീന് സാ സി സോ സുൻ സ്. ഓക്കെ, അടുത്ത അക്ഷരം ഷീന്. സീന് എഴുതുന്ന പോലെ തന്നെ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ 2, 3 ഡോട്ട് ഇടുക. ഈ വട്ടത്തിൻ്റെ ഇതിൽ വലുതിൻ്റെ മുകളിൽ തന്നെ ഇടുന്നതാണ് ഷീന്. ഷാ, ഷീ, ഷു, ഷുൻ, ഷ്. ഷീന് ഷ ഷീ ഷു ഷുൻ ഷ്. ഇതാദ്യം 10 തവണ എഴുതുക. സീന് സാ സി സോ സുൻ സ് എന്ന് 10 തവണ എഴുതുക. അതിനുശേഷം അതന്നെ എഴുതുക 10 തവണ. അതിനുശേഷം ഷാ ഷീ ഷു ഷുൻ ഷ് എന്ന് 10 തവണ എഴുതുക. പിന്നെ വരുന്ന ലെറ്റർ സീന്. ഷീന് കഴിഞ്ഞാൽ സ്വാദ്. സ്വാദ്. ഓക്കെ, ഇതാണ് സ്വാദ്. സ്വാ, സ്വീ, സോ, സുൻ, സ്വ. ഓക്കെ, സ്വാദ്, സ്വാ, സ്വീ, സോ, സുൻ, സ്വ. സ്വാദ്. സ്വാ സ്വാ മലയാളത്തിൽ ഉച്ചരിക്കുന്നത് ഇങ്ങനെ സ്വാ. ഓക്കെ, സ്വാദ് 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 ഇങ്ങനെയാണ് ഉച്ചരിക്കുന്നത്. സ്വാദ് സ്വാ സ്വീ സോ സുൻ സ്വ. അടുത്ത അക്ഷരം വരുന്നത് ഇതും 10 തവണ എഴുതിയിട്ട് വായിച്ചുകൊണ്ട് എഴുതണം. അല്ലാണ്ട് എഴുതിയിട്ട് കാര്യം ഉണ്ടാവില്ല. വായിച്ചു കൊണ്ട് തന്നെ എഴുതണം. 10 തവണ എഴുതി കഴിഞ്ഞാൽ അത് തറാവും. സ്വാദ് തന്നെ എഴുതിയിട്ട് മുകളിലൊരു ഡോട്ട് ഇട്ടാൽ ലാദ്. ലഹ, ലീ, ലോ, ലുൻ, ല്. ഇത് മലയാളത്തിൽ ഒരക്ഷരം ഇങ്ങനെ ഇല്ല. ലാദ്, ല, ലി, ലോ, ലുൻ, ല്. ല, ലി, ലോ, ലുൻ, ല്. ലാദ്, ല, ലി, ലോ, ലുൻ, ല്. ഓക്കെ, സീന് ഒന്നും കൂടി വായിച്ചു തരാം. സീന് സീന് സീന്. ഇത് ഷീന്. ഷീന്. സ്വാദ് ലാദ്. ലാദ് എന്ന് എഴുതാൻ ലാദ് മലയാളത്തിലെ അക്ഷരം കറക്റ്റായിട്ടില്ലാത്തത് കൊണ്ടാണ് എഴുതാത്തത്. സീന് സാ സി സോ സുൻ സ്. ഷീന് ഷ ഷീ ഷോ ഷുൻ ഷ്. സ്വാദ് സ്വാ സ്വീ സോ സുൻ സ്വ. ലാദ് ല ലി ലോ ലുൻ ല്. ഓക്കെ, ഇതും 10 തവണ നേരെ ഒരു വരി മാത്രം 10 തവണ എഴുതുക. അടുത്ത ലൈന് 10 തവണ എഴുതുക. പിന്നെ സ്വാദ് 10 തവണ എഴുതുക. ലാദ് 10 തവണ എഴുതുക. അങ്ങനെ മാത്രമേ തറവും. എല്ലാം മിക്സാക്കിയിട്ട് എഴുതാൻ ഒന്നിച്ച് എഴുതാൻ പാടില്ല. അപ്പോൾ ഏകദേശം ഇന്നത്തെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.